കോഡ് സ്റ്റാർട്ട് ആക്കിയിട്ട് പാടട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Happy New Year. Happy New Year. Happy New Year. Happy New Year all. ഇവ പ്രയർ പറഞ്ഞോ കേട്ടോ. In my house with thine own hands, light the lamp of the Lamb. The transmuting lamp entrancing wonders are its red. In my house with thine own hands, light the lamp of the Lamb. The transmuting lamp entrancing wonders are its rays. Okay, thank you. കോട്ട് ഞാൻ പറയാം മാം. പറഞ്ഞോ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ ഓൾ. ഗുഡ് മോർണിംഗ്. കോട്ട് ഓഫ് ദ ഡേ സൈൻ ഇൻ. I am Selina from Palakkad. People are unhappy when they get something too easily. To have to switch, that's the only moral they know. By Danny Refrier. Thank you. Thank you. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ? എല്ലാവരും അടിച്ചു പൊളിച്ചോ? Yes, ma'am. നന്നായിരുന്നു മാം. ഓക്കെ, 1 മിനിറ്റ്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നില്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ വേറൊക്കെ അടിച്ചു കളിച്ച എല്ലാവരും. അപ്പൊ പുതിയ വർഷമായിട്ട് എന്താ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കണേ? നമ്മളെല്ലാ ന്യൂ ഇയറിനും കുറെ തീരുമാനങ്ങളും പുതിയ കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ പ്രോമിസ് ഒക്കെ ചെയ്യാറില്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ ഈ ഒരു വർഷത്തെ? ഉണ്ട് മാം. എന്താ? മോണ്ടിസോറിയിൽ പഠിച്ചിട്ട് നല്ലൊരു ടീച്ചർ ആവണമെന്ന്. അത് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ ഇപ്പോഴത്തെ തീരുമാനം അതാ മാം. ഇത് നല്ലതുപോലെ പെർഫോം ചെയ്ത് നല്ലൊരു ടീച്ചറായി മാറണം. കോഴ്സ് ഡ്രോപ്പ് ചെയ്യാതെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായാലും ജോബിന് കയറണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് തന്നെ സെയിം. നിങ്ങളിപ്പോ ക്ലാസ് തുടങ്ങിയിട്ട് 1 മന്ത്സ് കൂടുതലായില്ലേ? 1 മന്ത് ആയോ? 2 മന്ത്സ് ആയോ? 2 months. 2 മന്ത്സ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ട്രെയിനിങ് ഇവിടെ നിന്ന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളെ വിടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും ഇതേപോലെ മോണ്ടിസോറിയുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏതെങ്കിലും സ്കൂളുകളോ അങ്ങനെ KG സെഷനുള്ള സ്കൂളുകൾ നോക്കാം. ഒരു ഭാഗം CBSE സ്കൂളുകളിലായിരിക്കും നമ്മള് എന്ത് ചെയ്യണത് അക്യൂറി എടുക്കാറ്. അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ. ഞാൻ എന്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമാണ്. അപ്പൊ അത് കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നൊക്കെ പറയാം. അപ്പൊ എന്നിട്ട് അവര് ചിലപ്പോൾ ഡെമോ ക്ലാസ് ഒന്ന് കാണിച്ചു തരുമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യും? അവരെ അക്യൂർ ചെയ്യും. അപ്പൊ നോക്കാം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വേക്കൻസി ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കാം കേട്ടോ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? പറഞ്ഞോടാ. മാം അതെ ഇപ്പൊ ഞാനിപ്പോ ഓൾറെഡി വർക്ക് ചെയ്യുവാണല്ലോ. അപ്പൊ അവിടെ +2 8ാം ക്ലാസ്സും ആണ് ഇപ്പൊ വർക്ക് ചെയ്യാനായിട്ട് കയറിയത് ആ സ്കൂളില്. പക്ഷെ നമുക്ക് അവിടെ തന്നെ പ്രീ സ്കൂളുണ്ട്, ഈ KG 1 എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ എനിക്ക് ഇന്റേൺഷിപ്പും കൂടെ ചെയ്യാമോ ഈ നെക്സ്റ്റ് ഇയർ? അത് ചെയ്യാൻ പറ്റും. ഓരോന്ന് അന്വേഷിച്ച് നോക്കുക. ഇവിടെ ഒരു എന്താ പറയാ ഒരു ഫോം അല്ലെങ്കിൽ ഒരു
എന്താ പറയുക ഒരു ഫോം തരും. അത് കൊണ്ടുവന്ന് അവിടെ കൊടുക്കണം, അവർ സൈൻ ചെയ്യിക്കണം. അവർ എന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ നോക്കണം കേട്ടോ. അത് തരാന്ന് അതൊക്കെ വർക്ക് ചെയ്യുന്നതിന് തരാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഇപ്പൊ ഒരു ഇസ്ലാമിക് സ്കൂൾ ആണെങ്കിൽ പോലും പ്രീ സ്കൂളിന് ഓക്സ്ഫോർഡ് സിലബസും ബാക്കി 8 +2 ഒക്കെ അവർ സ്റ്റേറ്റ് സിലബസും ആണ്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മൾ ഇന്ന സ്കൂളിൽ ചെയ്യണം, വലിപ്പമുള്ള സ്കൂളാണ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. മോണ്ടിസോറി സ്കൂളിൽ ഹലോ മോണ്ടിസോറി പഠിപ്പിക്കുന്ന സ്കൂളിൽ നോക്കണം. ഓക്കെ, ജോലി എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറയോ? മാം പ്രീ സ്കൂൾ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് വല്ലതും ഉണ്ടോ കമ്പൽസറി? അത് മോണ്ടിസോറിൽ അങ്ങനെയാണ്. KG സെഷൻ അതാണ്. ഇത് തമിഴിലെ 8th 10th വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓ പ്രീ സ്കൂൾ തന്നെ കമ്പൽസറി ഇന്റേൺഷിപ്പ് അല്ലേ? ചെറിയ ഇന്റേൺഷിപ്പ് വേണം. മാം എല്ലാ സ്കൂളിലൊന്നും മോണ്ടിസോറി ഉണ്ടാവില്ലല്ലോ. അപ്പൊ മോണ്ടിസോറി ഉള്ള സ്കൂളിൽ തന്നെ നോക്കിയിട്ട് നമ്മൾ കയറണോ? നമ്മള് ഇപ്പൊ മിക്ക സ്കൂളുകളിലും മോണ്ടിസോറി സിലബസ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന കോഴ്സാണ് ചെയ്തിരിക്കുന്നത്, ഞാനിവിടെ വർക്ക് ചെയ്തോട്ടെ, നമ്മളൊന്ന് അന്വേഷിച്ചു വെക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ട്രെയിനിങ് വേണം. അപ്പൊ അതോട് ചോദിക്കേണ്ടത് നമ്മള് ടീച്ചേഴ്സ് പ്ലാനും അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തയ്യാറാക്കി അവിടെ എന്താ പഠിപ്പിക്കുന്നത് എനിക്ക് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്താൽ എന്ത് ചെയ്യാം, സബ്മിറ്റ് ഒക്കെ ചെയ്താൽ മതി. മോണ്ടിസോറി സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. മാം അത് നമ്മൾ മോണ്ടിസോറി സ്കൂളിന്റെ നമ്പർ ഓഫ് എണ്ണം കുറവാണ്. മാം അതെ, ടൂൾസ് ഉണ്ടാവില്ല. മോണ്ടിസോറിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വുഡൻ ആയിട്ടുള്ള ടൂൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് പഠിക്കണ്ടേ? അപ്പൊ ഞാൻ സാറോട് ചോദിച്ചു നോക്കിയപ്പോ പറഞ്ഞു, നമ്മളെ ട്രെയിനിങ്ങിൽ കയറുന്ന ടൈമില് ആ ഒരു മോണ്ടിസോറി ഉള്ള സ്കൂളിലാവുമ്പോ നമുക്ക് ആ ഒരു ടൈമിൽ കൈകാര്യം ചെയ്തിട്ട് പഠിക്കാന്നാണ് പ്രാക്ടിക്കൽ സെക്ഷന് പറഞ്ഞത്. അപ്പൊ അല്ലാതെ നമുക്ക് ക്ലാസ് ആയിട്ട് അങ്ങനത്തെ സെക്ഷൻസ് വരുന്നുണ്ടോ? ആ ഒരു സെക്ഷൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് ബാച്ചിന്റെ ഇത് എന്താ പറയാ പ്രാക്ടിക്കൽ സെഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ. അപ്പൊ ഇവിടെ വന്ന് കണ്ട് പഠിക്കാൻ പറ്റുന്നവരങ്ങനെ, അല്ലെങ്കിൽ വീഡിയോ രൂപത്തിൽ നമുക്ക് അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ വെച്ചത് നല്ല കോസ്റ്റ്ലി ആണ്. ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് എല്ലാം നല്ല കോസ്റ്റ്ലി ആണ്. നമുക്കത് ഓരോരുത്തരെ എടുത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. നമ്മളത് അതിന്റെ വീഡിയോസ് അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. നമ്മുടെ എന്താ പറയാ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ പ്രാക്ടിക്കൽ സെഷനുകൾ മിസ്സാക്കുക. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. നമുക്ക് ഓരോ കാര്യങ്ങളും ഞങ്ങളത് പറഞ്ഞു തരും, ഇന്ന പോലെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരും. പക്ഷെ അത് നിങ്ങൾക്ക് വന്ന് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ചിന് അങ്ങനെ ഞങ്ങള് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അടുത്ത ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രാക്ടിക്കൽ സെഷനിൽ കുറച്ച് കുട്ടികൾ, അത് എല്ലാവർക്കും വരാനായിട്ട് പറ്റില്ല, അപ്പൊ കുറച്ച് കുട്ടികൾ മാത്രം. ഓക്കെ, ഒന്ന് എല്ലാവരും മ്യൂട്ട് ചെയ്യോ? ക്ലിയർ ആണല്ലോ മാം? അവർക്ക് റേഞ്ചിന്റെ ആണോ? ശ്രുതി മോന്റെ റേഞ്ചിന്റെ പ്രശ്നമാണോ? ഒന്ന് മാറി നിൽക്കട്ടോ. ഓക്കെ, അപ്പൊ കുറച്ച് കുട്ടികളാണ് വരുന്നത്. ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഈ സ്ഥലത്തേക്ക് വരാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് പഠിക്കാനായിട്ടും പറ്റണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ഭൂരിഭാഗവും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പിടിക്കുന്നതൊക്കെ നമ്മൾ നല്ലോണം പഠിക്കാനുണ്ട്. നമ്മുടെ ഇന്റർവ്യൂലൊക്കെ അത് ചിലപ്പോ നോക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ എന്നാലും കിട്ടാൻ മതില്ല വീഡിയോ കാണുന്നതിലും. ഏകദേശം നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഒരുപാട് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും, പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അത് നോക്കാം. നമുക്ക് ഈ എക്യുപ്മെന്റ്സ് മേടിക്കാൻ സാധിക്കുമോ? നല്ല കോസ്റ്റ്ലി ആടാ മാം. ഒന്നുകൂടെ വൺസ് അഗൈൻ റിപ്പീറ്റ് അവിടെ വന്ന് പഠിക്കുന്ന കാര്യവും എക്യുപ്മെന്റ്സിന്റെ കാര്യവും ഒക്കെ ഒന്നുകൂടെ ഒന്ന് പറയാമോ? അതായത് എക്യുപ്മെന്റ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷനിൽ എക്യുപ്മെന്റ്സ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമുണ്ട്. നമുക്കത് എന്താണ് നിങ്ങളുടെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. മാഡം, PG ഡിപ്ലോമക്കാർ ഏത് തരം സ്കൂൾ പ്രിഫർ ചെയ്യണതാണ് ഏറ്റവും നല്ലത്? അതിന്റെ ഇടയിൽ കയറി മാം പറഞ്ഞോണ്ടിരിക്കുന്ന കേക്കട്ടെ എന്നിട്ട് പറ. ഓക്കെ ജോളി.
ആ ഓക്കെ സോറി. ഓക്കേടാ. അപ്പൊ അത് നമുക്ക് ഈ ഞാൻ പറഞ്ഞ എക്യുപ്മെന്റ്സ്, നിങ്ങൾക്ക് പറഞ്ഞ എക്യുപ്മെന്റ്സിനൊക്കെ ഒരുപാട് കോസ്റ്റ് ആവും. എനിക്ക് തോന്നുന്നു 3 lakhs മേലെ വരും, 3 ലക്ഷത്തിന് മേലെ വരും ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് ഒക്കെ കൂടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മേലെയാണ് വരുന്നത്. 3 lakhs ഒരു ഏകദേശം പറഞ്ഞത്. അത്രയും കാര്യങ്ങൾ എല്ലാവരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പ്രാക്ടിക്കൽ ആവില്ല. അപ്പൊ ഞങ്ങളത് ഈ എക്യുപ്മെന്റ്സിന്റെ വീഡിയോസ് രൂപത്തിലോ അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പൊ മാം ഇപ്പൊ തന്നെ ട്രെയിനിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അത് ഇതൊരു കോഴ്സ് ഇതാണ് പാർട്ട് 1 അല്ല മൊഡ്യൂൾ 1 തീർന്നിട്ടാണ് നമ്മൾ ഈ മൊഡ്യൂൾ 3ലേക്ക് നടക്കുന്നത്. അതാണ് പ്രാക്ടിക്കൽ സെഷൻ. ഓക്കെ. അപ്പോ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മൊഡ്യൂൾ 3ലേക്ക് കടക്കുള്ളൂ. ഓക്കെ. മൊഡ്യൂൾ 3 ആണോ മാം? ഫുൾ പ്രാക്ടിക്കൽ ആണ് കേട്ടോ. അത് മാം ആണോ എടുക്കുന്നത്? അത് പറയും, ചിലപ്പോൾ ജസ്റ്റിസിലായിരിക്കും അല്ലെങ്കിൽ അസിസ്റ്റന്റ് ടീച്ചറായിരിക്കും ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രാക്ടിക്കൽ ചെലവുണ്ടോ മാം? പ്രാക്ടിക്കൽ ഇല്ല, ചെലവില്ല. പക്ഷെ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്. എങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ അത് ചെയ്യുന്നതെന്നുള്ളതൊക്കെ അത് നിങ്ങൾ ആ ടൈം ആവുമ്പോ പിന്നെ PG-കാർക്ക് പിന്നെ നമുക്കിപ്പോ ഫെസിലിറ്റേറ്ററായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമോ? അതോ നമുക്ക് പ്ലേ ക്ലാസ് തന്നെ പോയി ചെയ്യണമെന്നുണ്ടോ PG-കാരും? അത് PG പാസ് ഔട്ട് ആവാതെ ഫെസിലിറ്റേറ്റർ ആവാനായിട്ട് പറ്റില്ലല്ലോ. പാസ് ആവാണ്ട് പറ്റില്ല, അത് നിർബന്ധമാണ്. പാസ് ആയതിനു ശേഷം ഇന്റേൺഷിപ്പ് ചെയ്താൽ പറ്റുമോ? അങ്ങനെ ചെയ്താൽ പറ്റുമോ? ഇപ്പൊ സ്കൂളിൽ പോകാതെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമോ? അത് പറ്റുന്നു, കാരണം PG കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ. ശരി, എന്താ പറഞ്ഞേടാ? താങ്ക് യു. ചോദ്യം ചോദിച്ചിട്ട് അപ്പൊ തന്നെ മ്യൂട്ട് ആക്കി വെച്ചിട്ട് കേൾക്കണം, എന്നാലേ വ്യക്തമാകത്തുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എനിക്ക് തോന്നുന്നു തമന്നയാണെന്ന് തോന്നുന്നു കുറച്ച് അസുഖങ്ങള് എന്താണ് ന്യൂട്രീഷൻ. ഡിപ്ലോമക്കാരുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാവോ? എഴുതിയിട്ടുണ്ട് മാം, ഞാനും എഴുതിയിട്ടുണ്ട്. സമയം കിട്ടാഞ്ഞോണ്ട് പെർഫോം ചെയ്തില്ലെന്നേ ഉള്ളൂ. ലാസ്റ്റിൽ ടൈം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. പറഞ്ഞോ. ഡിപ്ലോമക്കാരുടെ കാര്യം പറയുന്നത് സർക്കാരിൻ്റെതായിട്ടല്ലല്ലോ. ഗവൺമെന്റ് സ്കൂളുകളിൽ LKG UKG നമുക്ക് കയറാനായിട്ട് പറ്റുമോ? അത് ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഗവൺമെന്റ് സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്ത് കണ്ടിട്ടില്ല. CBSE ICSE അങ്ങനത്തെ ആ ഒരു സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളാണ് മോണ്ടിസോറിക്ക് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നത്. മാഡം, PG-കാർക്ക് പറഞ്ഞ ഒന്നുകൂടി പറയാൻ കേൾക്കാൻ പറ്റിയില്ല. PG-കാർക്ക് എങ്ങനെയുള്ള സ്കൂളുകളിൽ പോണതാണ് നല്ലത്? അത് അങ്ങനെയല്ല പറഞ്ഞത്. PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫെസിലിറ്റേറ്റർ ആയിട്ട് പോകാൻ പറ്റുമോ എന്നാണ് ജോലി ചോദിച്ചത്. PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. മോൻ ഇവ PGക്ക് ഉണ്ടോ? PG ഡിപ്ലോമ മോണ്ടസോറി അല്ലേ? അപ്പൊ എനിക്ക് ഇപ്പൊ ഇന്റേൺഷിപ്പ് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഇന്റേൺഷിപ്പ് എടുക്കണോ ഏതെങ്കിലും സ്കൂളുകളിൽ? വേണം കോഴ്സ് ഏകദേശം. കാരണം മോൻ കോൺഫിഡന്റ് ആണെങ്കിൽ, കാരണം ഈ പറഞ്ഞ എക്യുപ്മെന്റ്സിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ പോയി ഇന്റേൺഷിപ്പ് എടുക്കണേക്കാളും നല്ലത് കുറച്ചും കൂടി പഠിച്ചിട്ട് പോണതായിരിക്കും. ഓക്കെ. അമ്പിളി, ആരെങ്കിലും സംശയം ചോദിച്ചോ? വേറെ എന്തെങ്കിലും? മാം, നമ്മൾ ജൂണിൽ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂണിൽ നമുക്കൊരു സ്കൂളുകാർ നമുക്ക് കുട്ടികളെ വിട്ടു തരില്ല. കാരണം അവര് പറയണത് അവര് ട്രെയിൻ ചെയ്ത് ഫസ്റ്റ് ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം അവർ കുട്ടികളെ തരുള്ളൂ. അപ്പത്തേക്ക് നമ്മുടെ ഈ ക്ലാസ് കഴിയും. പക്ഷെ മാഡം എന്നോട് പറഞ്ഞു മൊഡ്യൂള് 1ന്റെ 3rd പാർട്ടിന്റെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോയി തുടങ്ങാന്നാണ് ഈ നൈറ്റ് ക്ലാസ് ഉണ്ടായില്ല 8 മണിക്ക് ആ മാഡം പറഞ്ഞത്. മൊഡ്യൂള് 3rd തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ജസ്റ്റിസിനാണ് പറഞ്ഞത്. അതെ, ശരിയാ. ഇവ പറഞ്ഞത് ശരിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊഡ്യൂള് 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുന്നതാ ബെറ്റർ. അതേപോലെ ജയദേവ് സാറിനോട് ഞാനിങ്ങനെ ഒരു ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്കൊരു 6 months എങ്കിലും നമ്മുടെ കോഴ്സ് നല്ലപോലെ ഹാൻഡിൽ ചെയ്തിട്ട് മാത്രമേ നിങ്ങളൊരു മോണ്ടിസോറിക്ക് ട്രെയിനിങ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിപ്രായം അതാണ്. 6 മാസം നമ്മൾ ഈ കോഴ്സ്
കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പോർഷൻ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പോയാൽ മതി. കാരണം നമ്മൾ എന്താണ് മോണ്ടിസോറി എന്നും അതേപോലെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളിപ്പോ നിങ്ങളിപ്പോ PG നേരെ പോയി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇവയൊക്കെ PG ഇല്ലേ? ആരൊക്കെ PG ചേർന്നിരിക്കണേ? ഞാൻ PG ആണ്. PG. ഞാനും PG ആണ്. ഓക്കെ, ഞാനും PG ആണ്. ഞാനും PG. ഞാനും PG ആണ് മാം. ആണോ? തന്നെ PG ആണോ? അതെ മാം. ഓക്കെ. അപ്പോ നമ്മൾ ഒരു 6 months ഈ ഒരു നമ്മുടെ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ട്രെയിനിങ്ങിന് ആ സമയം ആകുമ്പോഴേക്കും നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കോ കേട്ടോ. ഓക്കെ. ഞാൻ ഇന്നലെ മോന്റെ സ്കൂളിൽ ചോദിച്ചപ്പോ എന്റെ അടുത്ത് ജൂണിൽ ചെയ്തോളാൻ പറഞ്ഞു ടീച്ചർ. ഓക്കെ, കുഴപ്പമില്ലാതെ ജൂൺ ആകുമ്പോഴേക്കും ടൈം ഉണ്ട്. ഇതിപ്പോ ജാനുവരി ആയിട്ടുള്ളൂ. ജാനുവരി ഒരു 6 months നമുക്ക് എത്ര മന്തായി ക്ലാസ് തുടങ്ങിയിട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു 2 month ആയെന്ന് പറഞ്ഞു. എനിക്ക് 3-4 മാസം കൂടെ കഴിഞ്ഞിട്ട് ജൂണിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പറയുള്ളൂ അവര്. കാരണം സ്കൂൾ ഓപ്പൺ ആവുന്നതിന് 2 ദിവസം മുമ്പ് ലെറ്റർ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നിന്ന് വാങ്ങിക്കണോട്ടെ ലെറ്റർ. എന്നിട്ട് അത് ശരി ശരി. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇവിടെ സൈൻ ഒക്കെ ചെയ്ത് പക്ഷെ ഞാൻ ചോദിച്ചപ്പോ തന്നെ എനിക്ക് ലെറ്റർ ഒക്കെ തന്നു. ഓക്കെ. പക്ഷെ മോനെ ഏത് ബാച്ച് ആണെന്ന് പറഞ്ഞിരുന്നോ? ഫസ്റ്റ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നോ? ഞാൻ ബാച്ച് ഒക്കെ പറഞ്ഞു ആ ചാപ്റ്റർ ആയി, പാർട്ട് 3 ചാപ്റ്റർ എടുത്തു തുടങ്ങി എന്നൊക്കെ. ഓക്കെ, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ്, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഈ ഒരു മൊഡ്യൂൾ 1 എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾ 1 ഒന്ന് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ട്രെയിനിങ്ങിന് വേണ്ടി നോക്കുന്നതായിരിക്കും നല്ലത്. എന്റെ അഭിപ്രായം, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. മാം അപ്പൊ നമ്മൾ ചോദിച്ച നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടാം മാം. ഇന്ന് ന്യൂ ഇയർ മാം അത് ഒരു പാട്ട് പാടിയോ ഒരു തീം തരിയോ എന്തെങ്കിലും ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമോ? ഇന്ന് സ്റ്റാർട്ടിങ്ങിലെ ഈ ഡൗട്ട് ആവുമ്പോഴത്തേക്ക് എല്ലാവരും ന്യൂ ഇയർലി ഡൗട്ട്സും ടെൻഷനും കേട്ടിട്ടുണ്ട്. അതെ, എല്ലാവർക്കും ഒരു ടെൻഷനായി. ഇതിപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? PG കുട്ടികൾ കൂടി ഇപ്പൊ നമ്മൾ ഇത്രയും നാള് ഡിപ്ലോമക്കാരായിരുന്നു. PG കുട്ടികളോട് പറയുന്നതായിരിക്കും ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള പോർഷൻസ് ആയിരിക്കും അവിടെ കണ്ടിന്യൂ ചെയ്യണം. അവള് എനിക്ക് തോന്നുന്നു PGയിൽ നിങ്ങളോടൊപ്പം കോഴ്സ് കംപ്ലീറ്റ് ആയവരുണ്ട്. ഫസ്റ്റ് ബാച്ചിനുള്ള കോഴ്സ് കംപ്ലീറ്റ് ആയ കുട്ടികളുണ്ട്. ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞവരുണ്ട്. അത് ഒരുപാട് പേരില്ലേ? ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും ജിഷ ടീച്ചറിനോട് ചോദിക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ ജിഷ ടീച്ചറാണ് ഈ പാർട്ട് 3 എന്ന് പറയുന്ന മൊഡ്യൂൾ എടുക്കേണ്ടത്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ശരിക്കും കൈകാര്യം ചെയ്യേണ്ടത് ജിഷ ടീച്ചറാണ്. അപ്പോ മിസ് ഈ ബാച്ചിന്, നിങ്ങളുടെ ബാച്ചിന് മാത്രം ഇല്ലാത്തേ ഉള്ളൂ, 8th ബാച്ചിന് മാത്രം ഇല്ലാത്തേ ഉള്ളൂ. അതിന്റെ ഒന്ന് PGയുടെ കാര്യം വന്നുകൊണ്ടാണ് മിസ് ഇല്ലാത്തത്. നിങ്ങൾ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ജിഷ ടീച്ചറിനോട് എന്ത് ചെയ്യാൻ ഡൗട്ട് ചോദിച്ചോ, ക്ലിയർ ചെയ്ത് തരും. ആള് നല്ല മാമിനോടായാലും വേറൊരു ദിവസം ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇങ്ങനെ ഡൗട്ട്സും ഇതാകുമ്പോ ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവരുടെയും മനസ്സിൽ ടെൻഷനിലേക്ക് അങ്ങ് പോവില്ലേ? അത് വേണ്ട. നമുക്ക് ജോലി പറഞ്ഞ പോലെ എന്തെങ്കിലും അവര് ചോദിക്കട്ടെ എന്ന് എല്ലാവരുടെ മനസ്സിലും കാണും. ഇന്റേൺഷിപ്പിന്റെ ഡൗട്ടേ, അപ്പൊ അവര് ചോദിക്കുന്നത് നല്ലതല്ലേ? എന്നിട്ട് അത് ന്യൂ ഇയർ ഒന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. അങ്ങനെ നോക്കുമ്പോ അറിയില്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം ചോദിക്കുന്നത് ജോലി ചേച്ചി. നമുക്കറിയാൻ ആഗ്രഹങ്ങളുണ്ട്, അതുകൊണ്ട് ക്ലിയർ ആയല്ലോ, എല്ലാവർക്കും ക്ലാരിറ്റി ആയി. ന്യൂ ഇയർ ആയപ്പോ ഒരു സമാധാനം ആയെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴത്തേക്ക് ചെയ്താൽ അഭിപ്രായമാണ് എന്റെ പേഴ്സണലി അഭിപ്രായമാണ്. കാരണം നിങ്ങൾ കുറച്ചും കൂടി ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ്, എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരു ക്ലാസ്സിൽ ചെന്ന് എന്റെ പോർഷൻ എന്താണ് എന്റെ ടീച്ചേഴ്സ് പ്ലാൻ അനുസരിച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ ഞാൻ കോൺഫിഡന്റ് ആണ് എന്ന് ഇവയ്ക്ക് ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇവ എന്ത് ചെയ്തു? അടുത്ത ദിവസം തന്നെ എവിടെയാന്ന് വെച്ചാൽ ട്രെയിനിങ്ങിന് കേട്ടോ. അല്ല, അത്രയും കോൺഫിഡൻസ് ഇല്ല, എനിക്ക് കുറച്ചും കൂടി ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, എന്താണ് ഇതൊന്നും കുറച്ചും കൂടി ധാരണ കിട്ടിയിട്ട് മതി എന്നാണെങ്കിൽ എന്റെ ഒരു പോയിന്റ് ഒരു 6 months കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം?
ക്ലാസ്. അതാണ് ഞാൻ ഡിഗ്രിക്കൊക്കെ ക്ലാസ് എടുത്ത എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എടുത്തെടുത്ത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉള്ള കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ കാറ്റീവ്സും ഒക്കെ ചർച്ചിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണ്. നമ്മുടെ മനസ്സിന്റെ കോൺഫിഡൻസ് ആണ് ഇത് നിശ്ചയിക്കുന്നത്. നമ്മളിങ്ങനെ ഡൗട്ട്സ് ചോദിച്ചു പോയാൽ ഇങ്ങനെ പറഞ്ഞു. തീർച്ചയായും ഇഷ്ടമാണ്. നമുക്കുള്ള എൻ്റെ ഒരു പാഷനാണ്. ഇവ എന്താണെന്നറിയാവോ മാം, എന്താണെന്നറിയോ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇവിടുന്ന് തന്നെ എല്ലാരും പറയുന്നതിന്റെ കാര്യം, കൊച്ചു കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. നമ്മള് വലിയ കുട്ടികളെ ഈസിയാ കുറച്ചും കൂടെ, അവര് കുറച്ചും കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസി. അതായിരിക്കും പഠിച്ചിട്ട് കേറാൻ പറയുന്നതെന്ന് തോന്നുന്നു. നല്ലോണം ഒന്നും കാര്യങ്ങൾ പഠിച്ചിട്ട് 6 months കഴിഞ്ഞ് കേറാമെന്നുള്ളൊരിതിൽ. മാം കോൺഫിഡൻസ് പോലെ ഇരിക്കും കാര്യം. അവരവരുടെ കോൺഫിഡൻസ് എങ്ങനെ തരുന്നു അങ്ങനെ ഇരിക്കും. ഓക്കെ, കോൺഫിഡന്റ് ആണെങ്കിൽ കേറിക്കോ. ട്രെയിനിങ്ങിന് വേണ്ടി 6 മാസം കഴിഞ്ഞിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴേ നമ്മൾ അന്വേഷിച്ച് തുടങ്ങണോ സ്കൂളുകളിലൊക്കെ? നേരത്തെ അന്വേഷിക്കണം. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ കുറെ കുട്ടികളുണ്ട്, അവരെ അന്വേഷിക്കുമ്പോൾ എന്താണ് വേക്കൻസി ഉണ്ടാവണത് ഇല്ല. അല്ല, വേക്കൻസി ചിലപ്പോ ചില ടീച്ചേഴ്സ് ലീവിന് പോകുമ്പോഴായിരിക്കും വേക്കൻസി വരുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് കയറാനായിട്ട്. അത് നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വിളിച്ച് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതി. ട്രെയിനിങ് കയറാൻ വേണ്ടിയിട്ടുള്ള ഫോം വാങ്ങിച്ചാൽ മതി. നമുക്ക് ആ ഒരു വേക്കൻസി ഉറപ്പാണ്, നിങ്ങൾ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അതിന്റെ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നോളാം പറഞ്ഞാൽ മാത്രം നമ്മൾ ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഫോണൊക്കെ വിട്ട് തരും മാം? PDF ആയിട്ട് മെയിൽ ചെയ്ത് തരും. എന്താണ് PDF ആയിട്ട് മെയിൽ ചെയ്ത് തരും കേട്ടോ. ഇപ്പൊ മോൻ എവിടെയെങ്കിലും ട്രെയിനിങ് ഓക്കെ ആയിട്ടുണ്ടോ? ഇല്ല മാം, ഞാൻ ചോദിച്ചോന്നുള്ളൂ. ഓക്കെ ആയിട്ടുണ്ടോന്ന് വെച്ചാൽ എന്റെ ഒരു ബന്ധത്തിൽ ഒരു ആന്റി സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഹെഡ് മിസ്ട്രസ് ആണ്. പിന്നെ വേറെ സ്ഥലത്ത് അടുത്തെവിടെയെങ്കിലും ഒക്കെ ചോദിക്കണം എന്നുണ്ട്. സമ്മതിക്കുന്നാണ്, പറ്റൂന്നാ ഞാന്. മാം നമ്മളിപ്പോ പ്രാക്ടീസിന് കയറുമ്പോ എത്ര ഡ്യൂറേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര സമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. കാരണം ചിലപ്പോ 1 വീക്കിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് കാരണവരുണ്ടാവും, 50 days കിട്ടുന്നവരുണ്ടാവും. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ സ്കൂളിൽ അന്വേഷിച്ചപ്പോ അവിടെ 10 ദിവസം തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. കാരണം ചില സ്കൂളിൽ 50 days ആണ്. അത് അവരുടെ പോളിസി അനുസരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ 10 days, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ പറയുന്നില്ലേ 1 വീക്ക്, കുറച്ച് ദിവസത്തേക്ക് കിട്ടുള്ളൂ. ചില സ്കൂളുകൾക്ക് നമ്മൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വിളിക്കും. വീണ്ടും അവരെന്ത് ചെയ്യും, എന്തെങ്കിലും വേക്കൻസിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ വീണ്ടും വിളിക്കും. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച്, നമ്മൾ ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ വീണ്ടും വിളിക്കുള്ളൂ. അവർക്ക് ആ നമ്മൾ ക്ലാസ് എടുത്ത് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ നമ്മളെ തിരിച്ചു വിളിക്കില്ല. ചില കുട്ടികളെ രണ്ടാമതും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആള് കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്തോണ്ടിരിക്കാം. പെർമനന്റ് ആയിട്ടില്ലേ, എന്നാലും കണ്ടിന്യൂ ചെയ്ത് ഏകദേശം നല്ല രീതിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ എക്സ്പീരിയൻസ് നമ്മൾ കാണുന്നുണ്ട് ഓരോരുത്തരുടെ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു അസുഖങ്ങളെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഏകദേശം മാൽന്യൂട്രീഷൻ മൂലം വരുന്ന അസുഖങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി തവണ പറയാത്ത എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും? ഒത്തിരി എഴുതിയിട്ടുണ്ട് മാം. മാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ എല്ലാത്തിന്റെ എക്സാമ്പിൾസ് ഒന്ന് കണ്ടുപിടിക്കണം, പിന്നെ വിറ്റാമിൻസിന്റെ ഒക്കെ ഫങ്ഷൻസും അതുപോലെ തന്നെ അതിന്റെ സോഴ്സസും ഒക്കെ ടേബിൾ ചെയ്ത് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ചെയ്തോ? ആക്ടിവിറ്റി ചെയ്ത് എല്ലാവർക്കും ചെയ്തു മാം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നിങ്ങളത് കളിച്ച് ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടിയില്ല അതിൽ നിന്ന്. ഇന്ന കാര്യങ്ങളാണ്, ഇന്ന ഫുഡാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, വേറെ എന്തെങ്കിലും നമ്മൾ ഇന്നലെ പറഞ്ഞ അസുഖങ്ങളിൽ കൂടാതെ വേറെ എന്തെങ്കിലും അസുഖങ്ങളെ കുറിച്ച് അറിയോ? ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട് മാം, ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി തമന്ന പറഞ്ഞത് ഏതാ പറയാത്ത ഏതാന്നൊക്കെ ഇനി വായിച്ചു നോക്കിയെങ്കിലേ അറിയാൻ പറ്റും. ഒത്തിരി എഴുതിയിട്ടുണ്ട്. മിനറൽസിന്റെ ന്യൂട്രീഷന്റെയും നമ്മുടെ ഐക്കും നമ്മുടെ ബോഡിയിലെ ഓരോ ഞാൻ ബുക്ക് എടുത്ത് ഒത്തിരി എഴുതിയിട്ടുണ്ട്. സയൻസ് ഓഫ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ഐക്ക്, ടീത്ത്. ഒന്ന് പറയോ ചോളി? 5 അസുഖങ്ങൾ
ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പറയട്ടെ. സയൻസ് ഓഫ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി നമ്മുടെ ഐക്ക് വരുന്നത്, ഡാർക്ക് സർക്കിൾസ് ഓഫ് ബാഗ് അണ്ടർ ദ ഐസ്, അതൊക്കെ പറയട്ടോ. ഒത്തിരി എണ്ണം എഴുതിയിട്ടുണ്ട് മാം, ഒത്തിരി ബുക്ക് നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് വൈറ്റമിൻസിന്റെ പറയണം. വൈറ്റമിൻ ഡെഫിഷ്യൻസി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഓരോന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തോ, കാരണം ഓരോന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറയണേന് നല്ലതായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് വൺ സ്റ്റാർട്ട്. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ആൾ. വൈറ്റമിൻസ് deficiency and their diseases, symptoms and sources. First one, vitamin A and function, keep the eyes and skin healthy. And deficiency എന്ന് പറഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഡ്രൈ സ്കിൻ, പിന്നെ റീട്രൊഡേഷൻ ഓഫ് ഗ്രോത്ത്. മലയാളം പറയണോ? മലയാളം അറിയാമല്ലോ അതിൻ്റെ. പിന്നെ അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് വിഷൻ ഇൻ ദ ഡാർക്ക്, അതുപോലെ പൂവർ വിഷൻ വരും. അതിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ മാംഗോ, ക്യാരറ്റ്, ടൊമാറ്റോ, ഗ്രീൻ ലീഫി വെജിറ്റബിൾ, യെല്ലോ ഫ്രൂട്ട്സ്, മിൽക്ക്, ബട്ടർ, ഫിഷ്, ലിവർ ഓയിൽ, ഇതെല്ലാം അതിൻ്റെ സോഴ്സസ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ് വൺ, B1 വൈറ്റമിൻ. B1 ആണെങ്കിൽ ഹെൽപ്സ് ടു റിലീസ് എനർജി, അതിൻ്റെ ഫങ്ഷൻ. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണെങ്കിൽ ബെറി. സിംറ്റം വെരി ലിറ്റിൽ എനർജി ടു വർക്ക്, അതായത് വീക്ക്, മസിൽസ് ഒക്കെ വീക്ക് ആവുന്നു. അതിൻ്റെ സോഴ്സ് ആണെങ്കിൽ പൊട്ടാറ്റോ, മിൽക്ക്, ബട്ടർ, എഗ്ഗ്, സോയാബീന്, റൈസ്, വീറ്റ്, ഇതെല്ലാം B1 വൈറ്റമിൻസിൻ്റെ സോഴ്സസ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഹാവ് യു എനി ഡൗട്ട്? യു ടെൽ മീ. ദെൻ വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ കീപ്പ് ടീത്ത്, ഗംസ് ആൻഡ് ബോൺസ് ഹെൽത്തി. ദെൻ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണെങ്കിൽ സ്കർവി എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റിയാൽ ഉണങ്ങാത്ത രോഗമൊക്കെ. പിന്നെ അതിൻ്റെ സിംറ്റം ആണെങ്കിൽ സ്വെല്ലിങ് ആൻഡ് ബ്ലീഡിങ് ഗംസ്, സ്വെല്ലിങ് ഓഫ് ജോയിൻസ്, ഇങ്ങനെയുള്ളതൊക്കെ. അതിൻ്റെ സോഴ്സസ് വരുന്നത് സിട്രസ് ഫ്രൂട്ട്സ്, ലെമൺ, ഓറഞ്ച്, ടൊമാറ്റോ, അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ദെൻ ഡി, വൈറ്റമിൻ ഡിക്ക് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്പ് ടു സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത്. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് റിക്കറ്റ്. അതിൻ്റെ ഓൺലി വൺ സൊല്യൂഷനാണ് സൂര്യപ്രകാശത്തിൽ കൂടി നമുക്ക് കിട്ടുന്നത്. അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എങ്കിലും ഒന്നുകൂടെ ഞാൻ പറയാം, എക്സ്പോഷർ ടു സൺലൈറ്റ് ഇൻക്ലൂഡഡ്, വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആൾസോ ആഡഡ്. ഇതൊക്കെയാണ് അതിൻ്റെ സൊല്യൂഷന്. അതിൻ്റെ സിംറ്റം ആണെങ്കിൽ സോഫ്റ്റ് ബെൻഡ് ആൻഡ് വീക്ക് ബോൺസ്, പിന്നെ ഡീക്കെയിൻ ടീത്ത്, ലെഗ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ സിംറ്റംസ്. 5 എണ്ണം ആയി തോന്നുന്നു. ഇനി പറയണോ? ഇനി വൈറ്റമിൻ ബി എഴുതിയിട്ടുണ്ട്. 5 എണ്ണം എന്ന് പറഞ്ഞത് കൊണ്ട് 5 കൂടുതൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഏകദേശം കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞതായിരുന്നു ഇല്ലേ? ഇനിയും എഴുതിയിട്ടുണ്ട് ഒത്തിരി. B12, C, പിന്നെ E, K, B2, കാൽസ്യം. പിന്നെ പറഞ്ഞോട്ടോ, ഏതൊക്കെയാ പറഞ്ഞത്? B12 വൈറ്റമിൻ. B12 വൈറ്റമിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു ഫോം ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. അതാണ് B12ന്റെ ഫങ്ഷൻ. അതിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അനീമിയ. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സ്കിൻ ട്രയഡ് ബോഡി, ലാക്ക് ഓഫ് അപ്പിറ്റൈറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഹീമോഗ്ലോബിനിന് ബ്ലഡിൽ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് സിംറ്റം. സോഴ്സ് എന്ന് പറയുന്നത് മീറ്റ്, ലിവർ, ഫിഷ്, മിൽക്ക്, ഇതെല്ലാം സോഴ്സസ് ആണ്. ഇനി അടുത്തത് B1 ഞാൻ പറഞ്ഞായിരുന്നു. B12 ആണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ ഇ ആണെങ്കിൽ വൈറ്റമിൻ ഇയുടെ അതിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നെർവും മസിൽസും ഒക്കെ ഡാമേജ് ആവുന്നതാണ്. അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ, പീനട്ട്, ആൽമണ്ട്, എഗ്ഗ്, അവക്കാഡോ, സ്പിനാച്ച്, ഇതെല്ലാം അതിൻ്റെ സോഴ്സസ് ആണ്. ദെൻ വൈറ്റമിൻ കെ ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. അതിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അവിറ്റ്സ് ഓഫ് ക്ലോട്ടിങ് ഇൻ ഓഫ് ബ്ലഡ്. അതിൻ്റെ സിംറ്റം ആണെങ്കിൽ ബ്ലീഡിങ് ഫ്രം ഗംസ്, HSC ഡ്യൂ ടു ഇഞ്ചുറി, ബ്ലീഡ് ഇഞ്ചുറി, അതൊക്കെയാണ് സിംറ്റം. അതിൻ്റെതായത് പിന്നെ സോഴ്സസ് എന്ന് പറയുന്നത് സ്പിനാച്ച്, ക്യാബേജ്, എഗ് ആൻഡ് ലിവർ ഒക്കെയാണ് സോഴ്സസ്.
ദെൻ B2ന്റെ B2 ഞാൻ പറഞ്ഞാന്ന് തോന്നുന്നു. ഇനി കാൽസ്യത്തിന്റെ ആണെങ്കിൽ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് പറയാം. ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് ബോൺ ആൻഡ് ടൂത്ത് ഡീക്കെ, വീക്ക് ബോൺസ്, ടൂത്ത് ഡീക്കെ, അതൊക്കെയാണ് സിംറ്റം. ഒക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. പിന്നെ അയഡിന്റെ അതും അറിയാവുന്നതാന്ന് തോന്നുന്നു. അയഡിന്റെ ആണെങ്കിൽ ഗോയിറ്റർ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ സിംറ്റം ആണെങ്കിൽ സ്വലൻ ഗ്ലാൻസ് ഇൻ ദ നെക്ക്, അതൊക്കെയാണ്. അതും എല്ലാവർക്കും അറിയാം. എന്ത് യൂസ് ചെയ്യേണ്ടത് അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. പിന്നെ വൈറ്റമിൻ ബിയുടെ ഉണ്ട്. വൈറ്റമിൻ ബിയുടെ സോഴ്സസ് എന്ന് പറയുന്നത് മീറ്റ്, സീ ഫുഡ്, എഗ്ഗ്, ഡയറി പ്രോഡക്ട്സ്, ലെഗ്സ്, ലീഫി ഗ്രീൻസ്, സീഡ്, ഫോർട്ടിഫൈഡ് ഫുഡ്, ഇതെല്ലാം വൈറ്റമിൻ ബിയുടെ ആണ്. അത് വൈറ്റമിൻ ബി ഇൻക്ലൂഡ് ചെയ്യുന്ന ഫ്രഷ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ബനാന, ഓറഞ്ച്, ഇതെല്ലാം ഓൾ ഗ്രെയിൻ ബ്രെഡ്സ്, ഇതെല്ലാം വൈറ്റമിൻ ബി ഉൾക്കൊള്ളുന്നത്. അത് ഞാൻ പറഞ്ഞോന്നറിയത്തില്ല. പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയിൽ ഐക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരാനായിട്ട് ഡാർക്ക് സർക്സ് ബാഗ് അണ്ടർ ദ ഐ വരും. അതിന് ഉള്ളത് രോഗം എന്ന് പറയുന്നത് ഫുഡ് ടോളറൻസ്, ഡീഹൈഡ്രേഷന്, ഇതൊക്കെയാണ് അതിന് വരുന്നത്. അത് വൈറ്റമിൻ എയുടെ വരുന്നു, പൂവർ നൈറ്റ് വിഷൻ വരുന്നുണ്ട്. അത് പിന്നെ വൈറ്റമിൻ ഡിക്ക് വരുന്ന കണ്ണിന് വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്. നിയർ സൈറ്റഡ്നെസ് വരുന്നുണ്ട്. പിന്നെ പെയിൽ ലോവർ ഐക്ലിഡ് വരുന്നുണ്ട്. അത് അയണിന്റെ കുറവ് മൂലം കണ്ണിന് വരുന്ന കാര്യമൊക്കെ ഇത്രയും കാര്യങ്ങൾ കണ്ണിന് വരുന്നു. പിന്നെ ടീത്ത് ആൻഡ് ഗമ്മിന് എഴുതിയിട്ടുണ്ട്. അത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം വരുന്നത് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് ബ്ലീഡിങ് ഗംസ്, ടീത്ത് ആൻഡ് ഗമ്മിന് വരുന്നത്. പിന്നെ ക്രൗഡഡ് ടീത്ത് വരുന്നുണ്ട്. അത് കാൽസ്യത്തിന്റെ കുറവ് മൂലം ടീത്തിന് വരുന്നുണ്ട്. വൈറ്റമിൻ കെയുടെ കുറവ് മൂലം ഉള്ളതുണ്ട്. പിന്നെ ഹെയറിന് വരുന്നത് B2, B5, സിങ്ക്, ഇതിന്റെ എല്ലാം കുറവ് മൂലം ഹെയറിന് വരുന്ന ഡ്രൈ ഹെയർ, വൈറ്റമിൻ എയുടെ, ഇയുടെ, omega-3, പ്രോട്ടീൻ, അയഡിൻ, ഇതെല്ലാം സിംറ്റംസ് ആണ്. ഇതല്ല സിംറ്റംസ് അല്ല, അതിന് സൊല്യൂഷൻസ് ആണ്. പിന്നെ നെയിൽസിന് വരുന്നത് എഴുതിയിട്ടുണ്ട്. നെയിൽസിന് വരുന്നത് സ്പൂൺ ഷേപ്ഡ് നെയിൽസ് വരും. അത് B12 എന്ന വൈറ്റമിൻ്റെ അയഡിൻ്റെ കുറവ് മൂലം വരുന്നതുണ്ട്. പിന്നെ മസിൽസ് ആൻഡ് ജോയിൻസിന് വരുന്നത് എഴുതിയിട്ടുണ്ട്. മസിൽസ് ക്രാമ്പിങ്, അത് മഗ്നീഷ്യം B1, B2, B6 ഇങ്ങനെയുള്ളതൊക്കെ മസിൽസിന് വരുന്ന ക്രാമ്പിങ്. മൗത്തിന് വരുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. കാങ്കർ സോർസ്, അതിന് വൈറ്റമിൻ എന്ന് പറയുന്നത് B3, B12, കാൽസ്യം, ഇതൊക്കെ മൗത്തിന് വരുന്നതാണ്. അതുപോലെ തന്നെ വീക്ക് ടൂത്തിന് വരുന്നത് എഴുതിയിട്ടുണ്ട്. വൈറ്റമിൻ എ, ഡി, കെ, കാൽസ്യം, ഇതെല്ലാം വീക്ക് ടൂത്തിനുള്ളതാണ്. സ്കിന്നിനുള്ളത് എഴുതിയിട്ടുണ്ട്. ബംസ് ഓൺ ദ ബാക്ക് ഓഫ് ദ ആംസ്, വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഡ്രൈ ആൻഡ് റഫ് സ്കിൻ വരും. അത് വൈറ്റമിൻ എയും ഇയും കൊണ്ട്. പിന്നെ അൺയൂഷ്വൽ നൗസ് ബ്ലീഡ് ഉണ്ടാവുന്നത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇമോഷണൽ ആൻഡ് മെന്റൽ ഉള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡിപ്രഷൻ വരുന്നത് B1, B5, ബയോട്ടിൻ, ഇതൊക്കെ ഉള്ള ഡിപ്രഷൻ വരുന്ന എഴുതിയിട്ടുണ്ട്. പിന്നെ നെർവസിന് എഴുതിയിട്ടുണ്ട്. B1, B3, B5 ഉണ്ട്. നെർവസിന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ടൈം വെച്ചാൽ കുറെ അങ്ങ് ചെയ്ത് മാറ്റി. എല്ലാവരും അപ്പൊ ഏകദേശം ഇതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ എടുക്കുന്നത് ന്യൂട്രീഷൻ എന്നുള്ള ഒരു പോർഷൻ ആണ്. നമുക്ക് ഒരു കാര്യം ചെയ്താലും ഈ പോർഷൻ ഒരാൾ വായിക്കുക, സ്വന്തമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അത് ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണെങ്കിൽ അത് ഞാൻ എന്തെങ്കിലും ക്ലിയർ തരാം. ഓക്കെ, ഞാൻ വിളിക്കാം ഓരോരുത്തരും കേട്ടോ. പോർഷൻ ഏതായിരുന്നു? ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ ഡിസ്പ്ലേയില്. ന്യൂട്രീഷൻ മുതലല്ലേ എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ. ശ്രീജ കേട്ടോ. ശ്രീജ ജോലി മ്യൂട്ട് ചെയ്യോ? ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ശ്രീജ ആളില്ല ഇവിടെ. ഇവ പോർഷന്റെ പേരൊന്നും ന്യൂട്രീഷൻ ഇപ്പൊ ഡിസ്പ്ലേ കാണുന്നില്ലേ മോനെ പോർഷൻ? ന്യൂട്രീഷനിലെ നിങ്ങൾ വായിക്കാം. അതിന്റെ താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിക്കാം. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം.
മിനിറ്റ് ഞാൻ എടുക്കട്ടെ. ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ? അതെ, ആ ചാപ്റ്ററിലെ അവസാനത്തെ കേട്ട് 4ാമത്തെ പേജ്, 13ാമത്തെ പേജ് കേട്ടോ ടെസ്റ്റില്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ഭാഗം അല്ലേ? അതെ. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഫുഡ് ആൻഡ് യൂസിങ് ഇറ്റ് ഫോർ ഗ്രോത്ത്, metabolism and repair. Nutritional support is calculated to meet the nutritional requirements for growth and development, as well as to satisfy specialized nutritional requirement for adequate digestion, absorption and metabolism of nutrients. Nutritions എന്ന് പറഞ്ഞൊരു അത് ഡിഫൈൻ ചെയ്യണ്ടേ എന്താന്ന്? മീനിങ് പറയണം. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്ന് പറയുന്നത് ഫുഡ് നമ്മ എടുക്കുക, ഫുഡ് ഭക്ഷണമായിട്ട് എടുത്തിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് വളർച്ചയ്ക്കും, പിന്നെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിൽ ബയോകെമിസ്ട്രി ഇതില് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനത്തിനും റിപ്പയറിനും. ഒരു മിനിറ്റ്. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വളർച്ചയ്ക്കും മെറ്റബോളിസം ബയോകെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചാല് നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്തായിട്ട് മാറുന്നു, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റബോളിസം ആൻഡ് റിപ്പയർസ്. അതിന് വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടിന്യൂ ചെയ്തോട്ടാ. Nutrition support is calculated to meet nutritional requirement. Nutritional support ചെയ്യും, പിന്നെ കാൽക്കുലേറ്റ് മീറ്റ് ന്യൂട്രീഷണൽ ഗ്രോത്തും ഡെവലപ്മെന്റിനും ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ്. അത് ന്യൂട്രീഷന്റെ ഈ മലയാളം പറയാൻ ശരിക്കും കിട്ടണില്ല, പറഞ്ഞു കൊടുക്കാനുള്ളൊരിത്. സപ്പോർട്ട്, നമ്മളെ ന്യൂട്രീഷണൽ സപ്പോർട്ട് എന്താ പറഞ്ഞത്, എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ന്യൂട്രീഷൻസ് ഒക്കെ എടുക്കണമെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. ഒരു കുട്ടിയുടെ ഗ്രോത്ത്, വളർച്ചയ്ക്കും അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. സാറ്റിസ്ഫൈ സ്പെഷ്യലൈസ്ഡ് ന്യൂട്രീഷണൽ റിക്വയർമെന്റ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ന്യൂട്രീഷനും റിക്വയർമെന്റ് ആവശ്യമാണ്. അഡിക്വേറ്റ് ആയ അത്യാവശ്യമായ ഡൈജഷനും അതിന്റെ അബ്സോർപ്ഷനും മെറ്റബോളിസം ഓഫ് ന്യൂട്രീഷനും, ന്യൂട്രീഷന്റെ മെറ്റബോളിസത്തിനും. ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ട് അതിന്റെ ശരിയായ വിധം ക്ലിനിക്കൽ പ്രോസസ്സുകളൊക്കെ നടക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, നമ്മള് ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ ഗ്രോത്തിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് നമ്മൾ എന്താണ് കൺസ്യൂം ചെയ്യണം. ഇനി എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, മതിയായിട്ടുള്ള ന്യൂട്രീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, അക്യൂർ ചെയ്യണം. ഇത് നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡൈജഷൻ, ദഹനം നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പർ ആയിട്ട് ഡൈജസ്റ്റ് ആവുന്നുണ്ടോ, ആകിയിരുന്നാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ കഴിച്ച ഫുഡിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള എനർജി നമ്മൾ അബ്സോർബ് ചെയ്തു. ആൻഡ് മെറ്റബോളിസം ഓഫ് ന്യൂട്രീഷൻ, നമ്മൾ പോഷകാഹാരം അബ്സോർബ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ മെറ്റബോളിസം എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഒരു എന്താണ് നമ്മുടെ ബോഡിയിൽ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ ഒരു പ്രക്രിയ നടക്കുന്ന ആ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാലാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ എടുത്തു എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് ന്യൂട്രീഷൻ നീഡ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ന്യൂട്രീഷൻസ് ആവശ്യമാണ്. തമന്ന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോടാം. ബാക്കി ന്യൂട്രീഷണൽ നീഡ്സ് എന്തൊക്കെയാണ്? ന്യൂട്രീഷണൽ നീഡ്സ് ആ ടോപ്പിക് അല്ലേ മാം? ഹലോ, കേക്കാവോ? അതേടാ, മ്യൂട്ട് ആയതാണ്. ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പോഷകങ്ങൾ, എന്തൊക്കെ ആവശ്യങ്ങൾ നമുക്ക് എന്താണ് അതിന്റെ വരുന്ന താഴെ പറയുന്ന കാര്യങ്ങളിലാണ് നമുക്ക് വരുന്നുള്ള ന്യൂട്രീഷണൽ നീഡ്സ് വരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് adequate level of calories required for growth, development and increased metabolic demand. നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഗ്രോത്ത്, വളർച്ചയ്ക്കും
നമ്മുടെ ഡെവലപ്മെന്റ്, നമ്മുടെ വികാസത്തിനും അതേപോലെ നമ്മുടെ മെറ്റബോളിക്, ഈ പറഞ്ഞ ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ആവശ്യത്തിനും ആവശ്യമായിട്ടുള്ള കലോറീസ് നമുക്ക് ഉണ്ടാവാനായിട്ടാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. രണ്ടാമത്തത് സഫീഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് ഈസ് സേഫ് ഫോർ ദ ഏജ് ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടിക്ക് അറ്റ് ബർത്ത് തൊട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീനിന്റെ അളവ്, അത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും, അതായത് നമ്മുടെ ബോഡി ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ ആ ഒരു ഏജിനനുസരിച്ച് കുഞ്ഞു പ്രായത്തിൽ ബർത്ത് തൊട്ട് അതിനുണ്ടാവേണ്ട ആ ഒരു സേഫ് ആണ്, എത്ര മീൻസ് വളർച്ച വരെയുള്ള ആ ഒരു പ്രോട്ടീൻസിന്റെ ലെവൽ സഫീഷ്യന്റ് ആണോ, അത്രയും എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. അതേപോലെ മൂന്നാമത്തത് ലെവൽസ് ഓഫ് കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻസ് ഡി ആൻഡ് അയൺ. ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വൈറ്റമിൻ ഡി ഉണ്ടോ, ഫോസ്ഫറസ്, കാൽഷ്യത്തിന്റെ അളവുകളൊക്കെ. പിന്നെ നാലാമത്തെ പോയിന്റ് പറയുന്നത് സഫീഷ്യന്റ് ലെവൽസ് ഓഫ് അതർ വൈറ്റമിൻസ്, ഈ പറഞ്ഞ ഡി അല്ലാത്ത ബി, സി, എ, കെ എക്സെട്ര ഒക്കെ വരുമെന്ന് തോന്നുന്നു, അതും മിനറൽസും അതിന്റെ ലെവൽസ്. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് സഫീഷ്യന്റ് ലെവൽസ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സ് ഒന്ന് പറയാമോ മാം? ഡൗട്ട് ഉണ്ട്, ഫാറ്റി ആസിഡ്സ് എന്താണ്? ഓക്കെ, ഫാറ്റി ആസിഡ് എസെൻഷ്യൽ ലെവൽ ഓഫ് ഫാറ്റി ആസിഡ്. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഫാറ്റ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വേണം. ചില വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണമെങ്കിൽ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് ഒക്കെ വേണം. ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് പറഞ്ഞോട്ടെ തമന്ന. ഇനി മാൽ ന്യൂട്രീഷൻ ആരാ പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഞാൻ പറയാമോ? ഓക്കെ, മാൽ ന്യൂട്രീഷൻ ആ ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് കേട്ടോ. Malnutrition. Malnutrition is the condition that occurs when the body does not get sufficient nutrients caused by not having enough to eat. മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് അതൊരു അവസ്ഥയാണ്, പോഷകാഹാരക്കുറവ്. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് ബോഡിയിലുള്ള വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള, ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എനർജി കിട്ടുന്നത്. അത് കിട്ടാതെ വരുന്ന, ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ന്യൂട്രീഷൻസ് കിട്ടാതെ വരുന്ന ആ ഒരു അവസ്ഥേനാണ് നമ്മൾ മാൽന്യൂട്രീഷൻസ് എന്ന് പറയുന്നത്. Not eating enough of the right thing or being unable to use the food that one does eat. അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ആ ഒരു ഫുഡ് കിട്ടാതെ വരികയോ, അല്ലെങ്കിൽ ആ ഫുഡ് ബോഡി വേണ്ട വിധത്തിൽ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ആ ഒരു അവസ്ഥയിലൂടെയോ ബോഡിക്ക് കിട്ടാതിരിക്കുക, ആ ന്യൂട്രിയൻസ് കിട്ടാതിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ മാൽന്യൂട്രീഷൻ അഥവാ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത്. ഇറ്റ് മേ റിസൾട്ട് ഫ്രം, ഇത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്. പിന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള ബോഡിക്ക് ആഹാര സാധനങ്ങളിലൂടെയാണല്ലോ നമുക്ക് ഈ ഒരു ന്യൂട്രിയൻസ് കിട്ടുന്നത്. അത് കിട്ടേണ്ട സാധനങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക. ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്, നമ്മൾ വേണ്ട ഭക്ഷണങ്ങൾ ബോഡിക്ക് കൊടുക്കാതിരിക്കുക. പ്രോബ്ലംസ് വിത്ത് ഡൈജഷൻ ഓർ അബ്സോർപ്ഷൻ, പിന്നെ നമ്മൾ ബോഡിക്ക് ആഹാരം കിട്ടിയാലും അത് വേണ്ട വിധത്തിൽ ബോഡി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് നമ്മളെ ദഹനത്തിലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ശരീരം അത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നതിലൂടെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മാൽന്യൂട്രീഷൻ വരും. പിന്നെ അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻസ്, നമുക്ക് പറയാൻ പറ്റാത്ത ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും. ഓരോരുത്തരുടെയും ബോഡി വ്യത്യസ്തമാണല്ലോ. ആ ഒരു കാരണത്താലൊക്കെ നമുക്ക് നമ്മളുടെ ബോഡിക്ക് മാൽന്യൂട്രീഷൻ എന്നുള്ള ആ ഒരു അവസ്ഥയ്ക്ക് കാരണമാവുന്നതാണ് പറയുന്നത്. പിന്നെ malnutrition is prevalent in areas where there is lack of food, unsafe water supplies and insufficient sanitation. The risk, ചില സ്ഥലങ്ങളിൽ, അതായത് നമുക്ക് വേണ്ടത്ര ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ കിട്ടാത്ത ആ ഒരു അവസ്ഥയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു നമുക്ക് മാൽന്യൂട്രീഷൻ എന്ന അവസ്ഥ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻസഫിഷ്യന്റ് സാനിറ്റൈസേഷൻ വെച്ചാൽ നമുക്ക് സാനിറ്റൈസേഷൻ ഒന്നും അവൈലബിൾ അല്ലാത്ത പ്ലേസുകളാണെങ്കിൽ അവിടെ ജീവിക്കുന്ന കുട്ടികളിൽ കൂടുതലായിട്ട് എന്താണ് മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് കാണുന്നതായിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? പറയണോ? അടുത്തത് അടുത്ത ആള് പറയട്ടെ. എല്ലാവർക്കും അവസരം കൊടുക്കാലോ. നെക്സ്റ്റ് ആരാണ്? അടുത്ത ആരാ പറയാൻ തയ്യാറായിട്ടുള്ളത്?
പറയാത്തവര് പറയട്ടെ മാം. പറഞ്ഞവര് തന്നെ റിപ്പീറ്റ് ചെയ്യണ്ട. അതെ, പറയാത്ത ആരാണ്? മാഡം ഹഫീഫ. ഞാനൊന്ന് പറയാൻ ശ്രമി ഒന്ന് പറഞ്ഞോളാം. Malnutrition gives rise to the following conditions: physical conditions, bad postures, standing, writing, sitting, pale face, drowsiness, laziness, easy fatigue, awareness of diseases, poor eyesight and underweight. Malnutrition, നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ബോഡിയിൽ ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇരിക്കുന്ന പൊസിഷനും നിൽക്കുന്ന പൊസിഷനൊക്കെ ചിലപ്പം കറക്റ്റ് ആവില്ല. പിന്നെ നമുക്ക് മുഖത്ത് നമുക്ക് നല്ല ക്ഷീണം തോന്നും, ഡ്രോസിനെസ്. പിന്നെ നമുക്ക് ചിലപ്പോൾ ജോലി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, മടിയൊക്കെ തോന്നും. ക്ഷീണം വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ജോലി ചെയ്യാൻ മടി തോന്നും. പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. നമ്മുടെ വെയിറ്റ് പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമുക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ മാഡം ശരിയാണോ? മെന്റൽ കണ്ടീഷൻസ്, പാസീവ്നെസ്, ഫോർഗെറ്റ്ഫുൾ മെമ്മറി, ഗ്ലൂമിനെസ്, സ്ലോ കോംപ്രിഹെൻഷൻ ആൻഡ് ഇറിറ്റേഷൻ, ലാക്ക് ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ബോഡിയിൽ ഇല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഓർമ്മക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പം ആളുകൾ ചിലപ്പോൾ എപ്പോഴും ഗ്ലൂമി ആയിരിക്കും. അത് ഡ്യൂ ടു ഡിപ്രഷൻ ഐ തിങ്ക്. പിന്നെ സ്ലോ കോംപ്രിഹെൻഷൻ, നമുക്ക് ശ്രദ്ധിക്കാനൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലും അസ്വസ്ഥതകൾ ഫീൽ ചെയ്യും. ലാക്ക് ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ട്, ആ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ അത്ര പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നില്ലെങ്കിൽ, ന്യൂട്രീഷൻസ് എടുക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ള വർക്ക് ആവട്ടെ, നമ്മളെ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാൽ ന്യൂട്രീഷൻസ് ഉള്ള അല്ലെങ്കിൽ അണ്ടർവെയ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്, ഫിസിക്കലും മെന്റൽ കണ്ടീഷനും. ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ചില വേർഡുകളുടെ ഒക്കെ മീനിങ് നിങ്ങൾ പുതിയതായിട്ട് കേട്ടതായിരിക്കും. മീനിങ്ങുകൾ അറിയാത്തതാണെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം. ബാഡ് പോസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നിലനിൽപ്പാണ്. പോസ്റ്റിൽ നിലനിൽപ്പ് പറയാ, നിൽക്കാനും എഴുതാനും അതേപോലെ ഇരിക്കാനൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫേസ് പറഞ്ഞ പോലെ വിളറിയ മുഖമാണ്. പിന്നെ ഡൗൺസിനെസ് എന്ന് വെച്ചാൽ മയക്കം, ഇടയ്ക്ക് തലകറങ്ങി വീഴ, അങ്ങനത്തെ പ്രശ്നങ്ങള്. ലേസിനെസ് എന്ന് വെച്ചാല് ഒരു കാര്യം ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. എന്ത് പറഞ്ഞാലും ഏയില്ല നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു ശീലമായിരിക്കും. ഈസി ഫാറ്റിക്, ക്ഷീണമാണ് ഉദ്ദേശിക്കുന്നത്. അവയർനെസ് ഓഫ് ഡിസീസ്, അസുഖങ്ങള്. പൂർ ഐസൈറ്റ്, അവർക്ക് കാഴ്ചക്കുറവായിരിക്കും. അണ്ടർ വെയിറ്റ്. ഈ മാൽന്യൂട്രീഷൻ ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് അവരുടെ ഹൈറ്റ് നോക്കണം, വെയിറ്റ് നോക്കണം, അല്ലെങ്കിൽ അവരുടെ ഏജ് അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോ വെയിറ്റ് കുറവാണെങ്കിൽ അവർക്ക് എന്താണ് പോഷകാഹാരക്കുറവ് എന്ന് നമുക്ക് നേരത്തെ കണ്ടെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ ഫിസിക്കലി മാത്രമാണ് പ്രോപ്പറായിട്ട് നമ്മൾ ന്യൂട്രീഷൻസ് എടുത്തില്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി മാത്രമാണ് അത് അഫക്ട് ചെയ്യാം എന്ന് വിചാരിക്കും. ഡ്രോയിങ്സ് മയക്കോടാ, കലാകാരൊക്കെ ഇല്ലേ, ഡ്രോയിങ് അതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കൂട്ടോ. തലകറക്കമൊക്കെ സംഭവിക്കാൻ മനസ്സിൽ നിങ്ങൾ വിചാരിക്കും ഫിസിക്കലി മാത്രമേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നാണ് വിചാരിക്കുക. അല്ല, പക്ഷെ മെന്റലിയും ഇതിനെ എന്ത് അഫക്ട് ചെയ്യുന്നുണ്ട്. മാൽന്യൂട്രീഷൻസ് മെന്റലിയും ഒരു വ്യക്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാനും അവരൊരു താല്പര്യം ഉണ്ടാവില്ല. ഒരു കാര്യം നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോകും. ഭയങ്കര ഗ്ലോമി ആയിരിക്കും, ആരോടൊന്നും സംസാരിക്കില്ല. ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് അവർ ഇറിറ്റേറ്റ് ആവും. ലാക്ക് ഓഫ് അറ്റൻഷൻ. നമ്മൾ കുഞ്ഞു കുട്ടികളാണ്, പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മളെന്താ പറയാ, നമ്മളിപ്പോ വീട്ടിൽ സാധാരണ രീതിയിൽ പറയാതെ അവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവനൊട്ടും കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യും എന്നൊക്കെ നമ്മൾ ജസ്റ്റ് തമാശ രീതിയിൽ പറയാറില്ലേ. അപ്പൊ അവർക്ക് ഒരു കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്ക്. ഇനി ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ് ആണ്. ഇതാരാ വായിക്കണേ? ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറയാം. അതെ.
Balanced food diet. The food which contain all required nutrients and has the essential calories value is called balanced food. നമ്മളൊരു കഴിക്കുന്ന ഫുഡില് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ ആവശ്യമുള്ള കലോറീസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡിനെ നമ്മൾ ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. എ ബാലൻസ്ഡ് ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗ്രോയിങ് ചൈൽഡ്. നമ്മൾ ഓരോ കുട്ടികളുടെ വളർച്ചയ്ക്കും ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. A balanced diet contains roughly 400 calories of protein, 900 calories of fat, and 1700 calories of carbohydrates. അതായത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 400 കലോറീസ് ഓഫ് പ്രോട്ടീൻ ഉണ്ടായിരിക്കും, അത് 900 കലോറീസ് ഓഫ് ഫാറ്റ്, 1700 കലോറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കണ്ടെയ്ൻ ചെയ്തതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞത്. While selecting food items, not only the calorie value but the nutritional value also should be taken into account. അതായത് നമ്മൾ ഒരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കലോറിയുടെ വാല്യൂ എന്ന് മാത്രമല്ല, നമ്മൾ ന്യൂട്രീഷന്റെ വാല്യൂ കൂടെ നമ്മൾ അതിൽ നമ്മൾ എടുക്കണം. ഒരു ഫുഡിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് മീൻഡ് ഫോർ ചിൽഡ്രൻ. അതായത് കുട്ടികൾക്ക് എസ്പെഷ്യലി നമ്മളൊരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ കലോറീസിന്റെ വാല്യൂ മാത്രമല്ല ന്യൂട്രീഷന്റെ വാല്യൂസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ. ബിക്കോസ് ദേ റിക്വയർഡ് ന്യൂട്രീഷൻ ഫുഡ് ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത്. അതായത് അവരുടെ അത്യാവശ്യം പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ന്യൂട്രീഷൻ ഫുഡ് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ കലോറീസും ന്യൂട്രീഷൻസും നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, നേരത്തെ വേറെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്യോടാ. എടാ ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്യും, നെക്സ്റ്റ് പേജിലുള്ള ടേബിൾ അത് പറയുന്നത് ഞാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മള് ബാലൻസ് ഡയറ്റ് 1 to 3 years വരെയുള്ള കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എത്ര ഗ്രാംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, 4 to 6 എത്രയാണ്, അതൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. പറ്റുമല്ലോ അല്ലേ? പറഞ്ഞോടാ. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ സ്കൂളിലുള്ള പഠിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു ചാർട്ടാണ് ഇതിലുള്ളത്. അപ്പൊ നമുക്ക് പൾസസ് മീൻസ് എന്താ മാം എനിക്ക് അറിയില്ല. കടല, പയറ്, പരിപ്പ്, പയർവർഗ്ഗങ്ങളാണ് പൾസസ്. പയർവർഗ്ഗങ്ങൾ. ഓക്കെ, ധാന്യങ്ങള് 1 to 3 yearsലുള്ള പിള്ളേർക്ക് 150 ഗ്രാംസും 4 to 6 years ആവുമ്പോ അത് 200 ഗ്രാംസ് ആവും ഒരു കുട്ടിക്ക് വേണ്ടത്. ദെൻ സെറിയൽസ് ആണ്, അത് ധാന്യങ്ങളാണോ? ഹലോ മാം. ഹലോ, വെച്ചിട്ടുണ്ടെങ്കിൽ ധാന്യങ്ങൾ കേട്ടോ. കേക്കാല? കേൾക്കുന്നില്ല മാം, ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ 1 മിനിറ്റ്. 1 to 3 years മക്കൾക്ക്. ഹലോ, ക്ലിയർ ആണ്, പറയൂ. സീരിയൽസ് ധാന്യങ്ങളാണ്. അതൊരു 1 മുതൽ 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് 50 ഗ്രാമും 4 മുതൽ 6 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് 60 ഗ്രാമാണ് വേണ്ടത്. ഗ്രീൻ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാല് ഐ തിങ്ക് ഇലവർഗ്ഗങ്ങളാണോ? ലീഫി വെജിറ്റബിൾസ് ആയിരിക്കും. അത് 1 to 3 years 50 ഗ്രാംസും 4 to 6 years 75 ഗ്രാംസും ആണ് വേണ്ടത്. പിന്നെ അതർ വെജിറ്റബിൾസ്, അതായത് നമ്മുടെ പച്ചക്കറി, എല്ലാ പച്ചക്കറി ഐറ്റംസും ഒരു കുഞ്ഞിന് വേണ്ടത് 1 to 3 years 30 ഗ്രാംസ് ആണ് ആവശ്യം. 4 to 6 years ആവുമ്പോൾ അത് 50 ഗ്രാംസ് ആവും. പിന്നെ ഫ്രൂട്ട്സ് ഒരു 1 to 3 years ആയ ഒരു കുഞ്ഞിന് 50 ഗ്രാംസും 4 to 6 ആയിട്ടുള്ള സെയിം അതായത് 1 മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കും 50 ഗ്രാം തന്നെയാണ് ഫ്രൂട്ട്സ് ആവശ്യമുള്ളത്. പിന്നെ പാലാണ്, മിൽക്ക്, അത് 300 ഗ്രാം 1 to 3 years. 4 to 6 വരുമ്പോ അത് 250 ഗ്രാംസ് ആയിട്ട് കുറയുക ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ. പിന്നെ ഓയിലും ഫാറ്റും 20 ഗ്രാംസ് ആണ് 3 years വരെയുള്ള കുഞ്ഞിന് വേണ്ടത്. 25 ഗ്രാംസ് ആണ് 4 to 6 years വരെയുള്ള കുഞ്ഞിന് വേണ്ടത്. പിന്നെ മീറ്റ്, ഫിഷ്, ഇറച്ചി, ഫിഷ്, നമ്മുടെ മീനും, അത് 30 ഗ്രാംസ് ആണ് 3 years വരെയുള്ള കുഞ്ഞിന് വേണ്ടത്.
30 grams തന്നെയാണ് 4 years വരെയുള്ള കുഞ്ഞിനും 40 grams ആണ് ആവശ്യം. ഷുഗർ ആൻഡ് ജാഗരി അതില്ലേ? ഓക്കെ, ഷുഗർ ആൻഡ് ജാഗരി ഞാൻ പറഞ്ഞു കേട്ടില്ലേ? അത് 30 grams ആണ് 1 to 2 years വേണ്ടത്. ശർക്കര ഷുഗർ ആൻഡ് ജാഗരി 30 grams 4 to 6 hours 40 grams ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ചാപ്റ്റർ ഏതാണ്? ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാം പറഞ്ഞ് ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനൊരു അതൊരു പ്രചോദനമാവും. എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോന്നെങ്കിൽ എന്താണ് മനസ്സിലായില്ല? പറയുന്നതിലെ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും ഞങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ മാം അത് ഞങ്ങൾക്ക് സൂചിപ്പിച്ചു തന്നാൽ ഞങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് പോകാനൊരു നല്ലൊരു അവസരമായിരിക്കും. ചെയ്ത് ശീലിച്ചാണ് ചെയ്യേണ്ടത്. കാരണം ഞാനിപ്പോ നിങ്ങൾ ചെയ്തത് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടിക്ക് വിഷമാവും, സ്വാഭാവികമാണ്. എനിക്കത് ഇഷ്ടമല്ല. നിങ്ങളൊക്കെ ചെയ്തത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പറയുന്നത് വിഷമിച്ചാൽ ഞങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ വിഷമിക്കാതിരിക്കും, ഞങ്ങൾക്കത് പ്രയോജനപ്പെടും. അതിനുവേണ്ടി പറയുന്നത് ഞങ്ങൾക്കത് എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് പോയാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരത് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ ജോലി? ഓക്കെ ഓക്കെ. ജോലി സമയത്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഒത്തിരി വ്യക്തത വരാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇല്ലേ? പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് മോനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ പറയുമ്പോൾ വ്യക്തത വരുത്തും. അതാ ക്ലിയർ ആവുമ്പോഴേ നമുക്കത് കുറച്ചുകൂടെ അത് കറക്റ്റ് ചെയ്യാൻ അവസരം കിട്ടത്തില്ലയോ? അല്ലെങ്കിൽ അത് അറിയത്തില്ലല്ലോ. എനിക്ക് ഫീൽ ഇല്ല. ഇപ്പൊ ഇവിടെ അവസരമില്ലേ, അവസരം കിട്ടുന്നില്ലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന എന്താണെന്ന് അറിയുന്നില്ലല്ലോ. സംഭവം പറയുമ്പോ റെസ്റ്റോറൻറ്റ്സ് വന്നത് കറക്റ്റ് ആയിട്ട് ഇന്ന അസുഖങ്ങൾ പറയണം, അത് ഇന്ന രീതിയിൽ പറയണം എന്നുള്ളത് ഒരുപാട് അസുഖങ്ങൾ കുറച്ച് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവരും കൂടി എങ്ങനെ പറയും എന്നുള്ളൊരു ടെൻഷനും ആ ഒരു പ്രശ്നമാണ് മോന് വന്നത്. പെട്ടെന്ന് പറയുക, നമ്മൾ ിക്കാതെ ഉള്ളതായ ഇതുമല്ലേ നമ്മള് ഇപ്പൊ ക്ലാസ് എടുക്കുകയോ അല്ലെ പറയുകയോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളങ്ങ് ഫീലിങ്സ് ആവും. അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ പറഞ്ഞ് ശീലമാകുമ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആവും. ഒരു ക്ലാസ്സിൽ പോയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ആ പേടിയൊന്നും ഉണ്ടാവാതെ അല്ലെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ ഇതേപോലെ തരുള്ളൂ സെമിനാറൊക്കെ അല്ലാതെ നിങ്ങളോട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വൈകിട്ടൊക്കെ പ്രിപ്പയർ ഒക്കെ ചെയ്ത് വരും. അപ്പൊ പെട്ടെന്ന് തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു കാര്യം വായിച്ചിട്ട് ഉടനടി പറഞ്ഞു കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ ആ കാര്യം വായിച്ചിട്ട് അതിനോടനുബന്ധിച്ച് കുറെ കാര്യങ്ങൾ ഒരു ടീച്ചർ വായിച്ചു വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണോ നല്ലത്? എനിക്ക് മനസ്സിലായില്ലടാ. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, ഒരു വായിക്കുക, അത് ഡെറിവേറ്റ് ചെയ്ത് കൊടുക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, വായിക്കുക, പറഞ്ഞു കൊടുക്കുക, അങ്ങനെയാണോ നല്ലത്? അല്ലെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി അറിവ് നമ്മ ടീച്ചർമാര് നേടിയിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണോ? രണ്ടും നല്ലതാണ്. പറയാണ് അല്ലെ, എന്താണ് ന്യൂട്രീഷൻ, എന്താണ് പോഷകാഹാരക്കുറവ്, എന്തെല്ലാം അസുഖങ്ങളാണ് അതുകൊണ്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വരുന്നത്. നമ്മൾ ഓൾറെഡി അപ്പൊ അത് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഇവയൊക്കെ എഴുതിയിട്ടില്ല അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ. ഞാൻ എഴുതി, ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടു എഴുതി, എല്ലാ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തു. ഓക്കെ, ഞാൻ ആ സമയത്ത് റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാൽന്യൂട്രീഷൻ എന്താണ്, പോഷകാഹാരക്കുറവ് എന്താണ്, എന്തെല്ലാം അസുഖങ്ങളാണ് വരുന്നത് എന്നെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
ഞാന് പൊതുവായ ഒരു കാര്യം ചോദിച്ചതാണ്. അങ്ങനെ എടുക്കണതാണോ ക്ലാസ് നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അറിയുള്ള കാര്യങ്ങൾ പറയണതാണോ നല്ലതെന്ന് ചോദിച്ചതാണ് ഞാൻ. ഞാൻ ക്ലാസ് എടുക്കാറ് എങ്ങനെയാണ്, ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് പറഞ്ഞു എക്സ്പ്ലെയിൻ തരുകയാണ് ചെയ്യുന്നത്. ചെയ്താണ് പതിവ്. ഈ ന്യൂട്രീഷനെ കുറിച്ചും മാൽന്യൂട്രീഷനെ കുറിച്ചും ബാലൻസ് ഡയറ്റും കോമൺ ആയിട്ടുള്ള ടോപ്പിക് അല്ലേ, സാധാരണ അറിയാവുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയ സമയം മുതൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ന്യൂട്രീഷൻ എന്താണ്, ബാലൻസ് ഡയറ്റിനെ കുറിച്ച് പറഞ്ഞില്ല തോന്നുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കണ്ടിന്യൂ ചെയ്താണ് പോയത്. പിന്നെ എനിക്ക് കുറച്ച് തോട്ട് ഇൻഫെക്ഷനും സംസാരിക്കാൻ പറ്റണില്ല, പെട്ടെന്ന് ചുമ വരുന്നേ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ. പിന്നെ ചാർട്ടുകളും മറ്റും പടം വരച്ചു കൊണ്ടുപോയി കുട്ടികളെ കാണിച്ചുകൂടെ? ഇങ്ങനെ പടങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട്. ശരിയാണ്, കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവർക്ക് കുറച്ചുകൂടി പിക്ചറൈസേഷൻ ആണെങ്കിൽ അവർക്ക് അപ്പൊ ന്യൂട്രീഷന്റെ തന്നെയാണെങ്കിൽ ഇപ്പൊ പടങ്ങൾ, ഭക്ഷണത്തിന്റെ പടം അങ്ങനത്തെയൊക്കെ ചാർട്ട് ഉണ്ടാക്കിക്കൊണ്ട് അത് കൊണ്ടുപോയിക്കോ, നമുക്ക് തന്നെ സ്വയം കൊണ്ടുപോയിക്കൊണ്ട് അവരെ പഠിപ്പിക്കാലോ. നല്ലതാണ്. പിക്ചേഴ്സ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം, മോനത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാം. ഓക്കെ. പറഞ്ഞോടാ സിന്ധു. മാം, നമ്മള് ക്ലാസിന്റെ കാര്യമല്ല, പൊതുവെ പറയാം. നമ്മുടെ ഈ എല്ലാ ടീച്ചേഴ്സും നമുക്കിപ്പോ അസൈൻമെന്റ് തരുമല്ലോ. നമുക്കിപ്പോ ഷെറീന മാം ഓൾറെഡി ഒരു അസൈൻമെന്റ് തന്നു, നമ്മളത് ഏറെക്കുറെ പേരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ PDF ആയിട്ട് അയച്ചവരുണ്ട്, അല്ലാതെ വാട്സപ്പിൽ അയച്ചവരുണ്ട്, ക്ലാസ് റൂമിൽ ഗൂഗിൾ സബ്മിറ്റ് ചെയ്തവരുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ നമുക്ക് റെഫർ ചെയ്തിട്ട് റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും 10 out of 10 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് 3 ആഴ്ചക്ക് ശേഷമേ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് റിസൾട്ട് വരുള്ളൂ എന്നാണ് ഷെറീന മാം പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ ചാർജ് മാമിനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്തുണ്ടെങ്കിലും ഡൗട്ട് പറയുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞേ. കാരണം നമുക്കിപ്പോ എല്ലാ അസൈൻമെന്റ്സ് വന്നാലും നമ്മൾ ഇതുപോലെ ആയിരിക്കണമല്ലോ പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ഡൗട്ട് വെക്കണ്ടല്ലോ. മറ്റ് ബാച്ചുകളിൽ നിന്ന് അസൈൻമെന്റ്സ് ചിലപ്പോൾ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല, അസൈൻമെന്റ്സ് ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് അവരെ നമ്മള് അത് ചെക്ക് ചെയ്ത് മാർക്ക് എൻറ്റർ ചെയ്തതായിരിക്കും. അതേപോലെ മാക്സിമം നമ്മൾ മാർക്ക് ഞാനിപ്പോ പറയാറില്ലേ, ചില ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നേ ഉള്ളൂ, അല്ലാതെ അതിന് മാർക്ക് നോക്കിയോ അങ്ങനെ ഓരോരുത്തരുടെ വാല്യൂ ചെയ്യലോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങളത് ചെയ്യണം, അതാണ് ഞങ്ങളുടെ നിർബന്ധം. അല്ലാതെ അത് മാർക്ക് എന്നുള്ളത് ചെറിയൊരു ഘടകം മാത്രമാണ് അതില്. നിങ്ങളത് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യണമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത് ചെയ്യണുള്ളൂ. അല്ലാതെ ഇപ്പൊ മാർക്ക് ഒരുപാട് കുറച്ചിടുക അങ്ങനെ ഒന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യില്ല. ചെയ്തതിന് വേണ്ടി 10ൽ 10 തന്നു പ്രസന്റേഷൻ. അതെ, പ്രസന്റ് ചെയ്യേ. ഞാൻ ആക്ടിവിറ്റീസ് നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യില്ലേ, അപ്പൊ നമ്മൾ എന്താണ് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, ചെയ്തില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അത് മാമിന് എന്നിട്ട് ചോദിക്കാമെന്ന് എഴുതിയിട്ട് മാം കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുമില്ല. അതെ മാം, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ റിസൾട്ട് എങ്ങനെയാ, ഇങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ ആദ്യമായിട്ടാവുമ്പോ. ഓക്കെ. അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നത്? ഞാനാണ് മാം. ഞാനൊരു ചെറിയൊരു സ്പീച്ച് എഴുതി വെച്ചിട്ടുണ്ട് ന്യൂ ഇയറിന്റെ, പറയട്ടെ? Dear friends, Smart Street family and loved ones, Happy New Year. As we welcome a brand new year, I want to take a moment to appreciate all of you. We have started this Montessori journey together, and I'm so proud to each and every one of you at 20, 30, 40 and beyond. We are proving that it's never too late to learn and grow. Let's make this year count. Let's promise to support each other, to learn from each other, and to become the best version of ourselves. Wishing you all a happy, healthy, and successful new year. May our Montessori journey be filled with joy, love, and learning. Cheers to new beginnings, new friendships, and a bright future ahead. Thank you. Once again, Happy New Year. Thank you. ഞാനും പറയട്ടോ ഒരു തീം. പറയട്ടോ മാം? Good morning, ma'am and all. Today we are going to a New Year's theme, ideas in 2025. What's new in 2024? Let us start. The arrival of 2025 marks a fresh start for new beginnings, filled with possibilities and adventures. A new year, a new start, and way to go, a better journey.
on the past year's memories and bidding farewell to them to create new ones in 2025. Celebrating the best themes for New Year's builds up excitement and brings a lot of good memories and happy times. I wish the best to 2025 ideas that can help create an unforgettable experience. In 2025, our ideas will help our step into the new year the right way. I wish we achieve different level of excitement filled with joy and memories. In 2025, I wish we choosing the ideas, we create an amazing experience for all. Wishing ma'am and all filled with love, laughter and health. We welcome this coming happy new year, may be blessed with love, peace and empowerment. Ralph Waldo Emerson says, a quote for Happy New Year, write it on your heart that every day is the best day in the year. Thank you for a wonderful class to ma'am and all. Best wishes and a Happy New Year. Okay, thank you all. ടൈം കഴിഞ്ഞു. അപ്പം താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. താങ്ക് യു മാം.